ഹലോ ഗായ്സ്, ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. എങ്ങനെ സിമ്പിളായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഞാനാണ്. അമ്മ ഗൈഡ് ചെയ്യുന്നു. ആദ്യം ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ കടമ്പ. ആദ്യം കുറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് അതിൽ ചിക്കൻ ഇട്ട് നന്നായിട്ട് കഴുകുക. ചിക്കൻ്റെ മുകളിൽ കുറേ കൊഴുപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ച് സമയം എടുത്തിട്ട് കഴുകുക. പിന്നെ ഒരുപാട് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ്റെ എരിവും പുളിയൊക്കെ പോവും. സോ പെട്ടെന്ന് പരിപാടി കഴിക്കുക, നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകുക. ഇതിപ്പോൾ ബ്രോയിലർ ചിക്കനാണ്, വേവ് കുറവാണ്. ലഗോണാണെങ്കിൽ കുറച്ചുകൂടി വേവ് ഉണ്ടാവും. അപ്പോൾ സമയമെടുത്ത് ചിക്കൻ കഴുകി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ വൃത്തിയാക്കിയ ചിക്കൻ ഒരു വൃത്തിയുള്ള കുക്കറിലേക്ക് ഓരോന്നായിട്ട് ഇടുക. ഇനി ഓരോ പൊടികൾ, അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇത് ഓരോന്നായിട്ട് ഇടുക. ഇപ്പോൾ ഫസ്റ്റ് ഇടുന്നത് മുളക് പൊടിയാണ്. ആവശ്യത്തിന് മുളക് പൊടി ഇടുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മതി. പിന്നെ വേണ്ടത് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വേവിക്കുക. 2 വിസിൽ. അടുത്ത കടമ്പ എന്നുള്ളത് ചിക്കൻ കറിക്ക് ആവശ്യമായ മസാല തയ്യാറാക്കുക എന്നുള്ളതാണ്. അതിനായി ആദ്യം ഒരു ചീഞ്ചട്ടി എടുക്കുക. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചി, പെരിഞ്ചീരക എന്നിവ ജസ്റ്റ് ചതച്ചിട്ട് ഈ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഇടുക. ഒരു ചെറിയ ചട്ടകം എടുത്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി, പക്ഷെ അടി പിടിക്കരുത്. ചട്ടകം വെച്ച് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അടുത്തതായിട്ട് മസാല കഴിഞ്ഞാൽ പച്ചക്കറികൾ, ഉള്ളി, തക്കാളി, പിന്നെ 2-3 പച്ചമുളക് എല്ലാം ചെറിയ പീസാക്കിയിട്ട് നമ്മളെ ചട്ടിയിലേക്ക് ഇടുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കുക. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി തീ. ജസ്റ്റ് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കഴുകിയിട്ട് അതിലേക്ക് ഇടാം. അപ്പോഴേക്കും നമ്മുടെ കുക്കർ 2ാമത്തെ വിസിലും അടിച്ചിരിക്കുകയാണ്. ശേഷം നമുക്ക് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ അല്പം ഉപ്പ് ചേർക്കാം, ആവശ്യത്തിന്. ശേഷം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അടി പിടിക്കാതെ മീഡിയം ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടിരിക്കുക.
അടുത്തതായിട്ട് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള പൊടികളിടാം. അതിനായി ആദ്യം ഉള്ളി തക്കാളിയൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ചെറിയ സ്പേസിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല പൊടികളിട്ട ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഇവ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ പൊടികളുടെ ഒരു പച്ചച്ചുവ മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം മൊത്തത്തിൽ മിക്സ് ചെയ്യുക. അങ്ങനെ നമുക്ക് മസാല നന്നായിട്ട് മിക്സ് ചെയ്ത് സെറ്റാക്കാം. അങ്ങനെ കുറച്ച് നേരം ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് മസാല സെറ്റാക്കാവുന്നതാണ്. മസാല സെറ്റാകുമ്പോൾ ഉള്ളിയിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം മസാലയിലേക്ക് വരും. മാത്രമല്ല കുറച്ച് ഒരു ഇരുണ്ട കളറായിട്ട് മാറും. അതാണ് നമ്മുടെ പാകം. അപ്പോഴേക്കും നമ്മുടെ കുക്കറിലെ ആവിയൊക്കെ പോയി സെറ്റായിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ചട്ടിയിലേക്ക് മാറ്റാം. ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മസാലയും ചിക്കനും ഒക്കെ സെറ്റാവുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കുറച്ച് മല്ലിച്ചപ്പ് ചെറു കഷ്ണങ്ങളാക്കി കറിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ സിമ്പിൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബായ്.